നമസ്കാരം. മദ്യനയ അഴിമതി കേസിൽ ഇഡി കസ്റ്റഡിയിലെടുത്ത ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ നിലവിൽ തീഹാർ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ദില്ലി റോസ് അവന്യൂ കോടതി കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. ഏപ്രിൽ 15-ാം തീയതി വരെ ആയിരിക്കും അരവിന്ദ് കെജ്രിവാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുക. എന്തായാലും കെജ്രിവാളിനെ തീഹാർ ജയിലിലേക്ക് എത്തിച്ചതിന് തൊട്ടു പിന്നാലെ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധവുമായി ജയിലിന് സമീപ പ്രദേശത്തേക്ക് എത്തിയിരുന്നു. റോഡിൽ കിടന്നുകൊണ്ടാണ് ആം ആദ്മി പ്രവർത്തകരായ സ്ത്രീകൾ അവരുടെ പ്രതിഷേധം അറിയിച്ചത്. നിലവിൽ ദില്ലിയിലുള്ള പ്രവർത്തകരാണ് ഈ പ്രതിഷേധത്തിനൊക്കെയും നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ പഞ്ചാബിൽ നിന്നുൾപ്പെടെ കൂടുതൽ പ്രവർത്തകർ തീഹാർ ജയിലിന് സമീപത്തേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ പ്രതിഷേധിക്കുന്ന മിക്ക ആം ആദ്മി പാർട്ടി പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുന്നുമുണ്ട്. നമുക്കറിയാം, അതീവ സുരക്ഷയുള്ള ഇടമാണ് ഈ തീഹാർ ജയിലും അതിന്റെ പരിസര പ്രദേശങ്ങളുമെല്ലാം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാനുള്ള എല്ലാ നീക്കങ്ങളും ദില്ലി പോലീസിന്റെ ഭാഗത്ത് നിന്നും ദ്രുതഗതിയിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിലും ആം ആദ്മി പ്രവർത്തകരുടെ പ്രതിഷേധം ജയിലിന് ചുറ്റും ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.